നമസ്കാരം. ഇലക്ഷൻ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് UDF തരംഗം, മാറ്റത്തിന്റെ മുന്നൊരുക്കമെന്ന രാഷ്ട്രീയ നിരീക്ഷണം. കോട്ടയത്തും UDF മേൽക്കൈ. 71 പഞ്ചായത്തുകളിൽ 44 UDF, 19 പഞ്ചായത്തുകളിൽ ഒതുങ്ങി LDF. NDA 3 പഞ്ചായത്തുകൾ ഭരിക്കും. കോട്ടയം ജില്ലാ പഞ്ചായത്തും LDF-ന് കൈവിട്ടു. 23-ൽ 16 ഡിവിഷനും UDF-ന് ഒപ്പം. കാഞ്ഞിരപ്പള്ളി, എലിക്കുളം പഞ്ചായത്തുകളിലും LDF-ന് തിരിച്ചടി. ചിറക്കടവിൽ നേരിയ ആശ്വാസം, പാമ്പാടിയിൽ UDF-ന് മിന്നും വിജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചന നൽകി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ശക്തമായ മുന്നേറ്റം. വിജയം 5 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ. സംസ്ഥാനത്ത് രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചന നൽകി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ വൻ മുന്നേറ്റം. ത്രിതല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും വ്യക്തമായ ആധിപത്യം പുലർത്തി ആധികാരികമായ മുന്നേറ്റമാണ് UDF നടത്തിയിരിക്കുന്നത്. ഇതിലേറ്റവും സവിശേഷമായത് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നേടിയ വൻ വിജയമാണ്. 500-ലേറെ പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ച UDF-ന്റെ നേട്ടം പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും മികച്ചതാണ്. അതേസമയം ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ UDF-ന് കഴിഞ്ഞു. 6 കോർപ്പറേഷനുകളിൽ 3ഇടത്ത് വ്യക്തമായ ഭൂരിപക്ഷവും ഒരിടത്ത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയുമായി UDF ചരിത്ര വിജയം കുറിച്ചു. നിലവിൽ ഭരണമുണ്ടായിരുന്ന കണ്ണൂർ കോർപ്പറേഷൻ മികച്ച ഭൂരിപക്ഷത്തോടെ നിലനിർത്തിയപ്പോൾ കൊച്ചി, തൃശൂർ കോർപ്പറേഷനുകൾ തിരിച്ചുപിടിക്കുകയും ചെയ്തു. 1/4 നൂറ്റാണ്ടായി LDF ഭരിച്ചിരുന്ന കൊല്ലം കോർപ്പറേഷനിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി UDF അട്ടിമറി മുന്നേറ്റം നടത്തി. LDF വ്യക്തമായ മുൻതൂക്കമുണ്ടായിരുന്ന മുനിസിപ്പാലിറ്റികളിൽ UDF കടന്നുകയറി. 54 മുനിസിപ്പാലിറ്റികൾ UDF-ന് ലഭിച്ചപ്പോൾ 28ഇടത്ത് മാത്രമാണ് LDF-ന് വിജയിക്കാനായത്. എക്കാലത്തും LDF-ന് മുൻതൂക്കമുണ്ടായിരുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഇക്കുറി UDF മുൻതൂക്കം നേടി. 2 ജില്ലാ പഞ്ചായത്തുകൾ മാത്രമുണ്ടായിരുന്ന UDF 7 ജില്ലകൾ നേടി ഇക്കുറി LDF-ന് ഒപ്പമെത്തി. കേരള കോൺഗ്രസ് സഖ്യത്തിലൂടെ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ LDF മുന്നേറ്റമുണ്ടാക്കിയ മധ്യ തിരുവിതാംകൂർ ഇക്കുറി UDF തിരിച്ചുപിടിച്ചു. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ആധികാരിക വിജയം നേടാൻ UDF-നായി. കേരള കോൺഗ്രസ് എമ്മിന്റെ കോട്ടകൾ തകർന്ന കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ UDF വലിയ കുതിപ്പ് നടത്തി. പാലാ നഗരസഭാ ഭരണം വരെ കൈവിട്ട കേരള കോൺഗ്രസ് എമ്മിന് ഈ തെരഞ്ഞെടുപ്പ് വലിയ പ്രതിസന്ധി സമ്മാനിച്ചിരിക്കുകയാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് വലിയ ഭൂരിപക്ഷത്തിൽ UDF-ന് തിരിച്ചു വരാനായത് കേരള കോൺഗ്രസ് എമ്മിന് കനത്ത തിരിച്ചടിയാണ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം ജില്ലയിൽ UDF തരംഗം. ജില്ലയിലാകെ 71 പഞ്ചായത്തുകളിൽ 44ഇടത്തും വ്യക്തമായ ഭൂരിപക്ഷം നേടി UDF ഭരണം ഉറപ്പാക്കി. LDF-ന് 19 പഞ്ചായത്തുകളിൽ മാത്രമാണ് ഭരണം ലഭിച്ചത്. NDA 3 പഞ്ചായത്തുകൾ നേടി. 5 പഞ്ചായത്തുകളിൽ സമനിലയാണ്. കേരളത്തോടൊപ്പം കോട്ടയം ജില്ലയും കൈപ്പത്തിയിൽ സുരക്ഷിതം. UDF തരംഗത്തിൽ വിറച്ച് ഇടതുമുന്നണി. 5 മാസങ്ങൾക്കിപ്പുറം എത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുവിരലായി UDF-ന്റെ വിജയം. കോട്ടയം ജില്ലയിലാകമാനം UDF തരംഗമാണുണ്ടായത്. 71 ഗ്രാമപഞ്ചായത്തുകളിൽ 44 പഞ്ചായത്തുകളിലെയും ഭരണം പിടിച്ചു UDF. LDF ആകട്ടെ 19 പഞ്ചായത്തുകളിലായി ഒതുങ്ങി. കഴിഞ്ഞ തവണ NDA ഭരിച്ചിരുന്ന പള്ളിക്കത്തോട്, മുത്തോലി പഞ്ചായത്തുകളിൽ ജനങ്ങൾ കൈവിട്ടപ്പോൾ ഐമനം, കിടങ്ങൂർ, പൂഞ്ഞാർ, തെക്കേക്കര പഞ്ചായത്തുകളിൽ NDA ഭരണം ഉറപ്പിച്ചു. ചിറക്കടവ്, കടപ്പളമറ്റം, കോരുത്തോട്, കുമരകം, കുറവിലങ്ങാട്, കുറിച്ചി, മറവൻതുരുത്ത്, മുത്തോലി, പനച്ചിക്കാട്, പാറത്തോട്, TV പുരം, തലനാട്, തലയാഴം, തിരുമാർപ്പ്, ഉദയനാപുരം, വാഴൂർ, വെച്ചൂർ, വെള്ളാവൂർ, വെള്ളൂർ പഞ്ചായത്തുകളിലാണ് LDF നേടിയത്. 5 പഞ്ചായത്തുകൾ സമനിലയിലും. കരൂർ, കറുകച്ചാൽ, പായിപ്പാട്, തീക്കോയി, വെളിയന്നൂർ പഞ്ചായത്തുകളിലാണ് സമനില. ഭരണം മാറിയാലെങ്കിലും വികസനം വരുമെന്ന ജനങ്ങളുടെ പ്രതീക്ഷയാണ് ഓരോ പഞ്ചായത്തിലെയും ബാലറ്റ് ബോക്സിൽ കണ്ടത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ജില്ലാ പഞ്ചായത്തിന്റെ ഭരണവും ഇനി UDF-ന്. 23 ഡിവിഷനുകളിൽ 16 ഡിവിഷനിലും UDF വിജയിച്ചു. പൊൻകുന്നം ഡിവിഷൻ LDF-ൽ നിന്നും പിടിച്ച് UDF-ന്റെ അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ തിളക്കമാർന്ന വിജയം നേടി. കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ ഭരണവും ഇനി UDF-ന്. 23 ഡിവിഷനുകളിൽ 16 ഡിവിഷനിലും UDF വിജയിച്ചു. 7 സീറ്റുകൾ മാത്രമാണ് LDF-ന് ലഭിച്ചത്. 2020-ൽ 14 സീറ്റുകളുമായി LDF ഭരണത്തിലെത്തിയിരുന്നു. UDF 7, BJP 1 എന്നിങ്ങനെയായിരുന്നു അന്ന് കക്ഷിനില. ഇപ്പോൾ ഒരു ഡിവിഷൻ വർദ്ധിച്ച് 23-ൽ എത്തിയപ്പോൾ നഷ്ടം സംഭവിച്ചത് LDF-ന്. പകുതി സീറ്റിലേക്ക് LDF ഒതുങ്ങി. 14-ൽ നിന്നും 7 സീറ്റിലേക്ക് എത്തി. UDF ആകട്ടെ 7-ൽ നിന്നും 16-ലേക്ക് കുതിച്ചു. NDAക്ക് ആകെയുണ്ടായിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെട്ടതും പ്രസ്താവ്യമാണ്. പൊൻകുന്നം ഡിവിഷൻ ഇക്കുറി LDF-ൽ നിന്നും UDF പിടിച്ചെടുത്തു. അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രനാണ് മികച്ച ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയിച്ചത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം നഗരസഭയിൽ ഭരണം നിലനിർത്തി UDF. കഴിഞ്ഞ തവണ 21 സീറ്റുകളിൽ നിന്നും 32 സീറ്റിലേക്ക് കുതിക്കുകയായിരുന്നു UDF. LDF 15 സീറ്റുകളിലേക്ക് ചുരുങ്ങി.
കോട്ടയം നഗരസഭ UDF മികച്ച ഭൂരിപക്ഷത്തിൽ നിലനിർത്തി. UDFന് 32 സീറ്റുകളും LDFന് 15 സീറ്റും NDAയ്ക്ക് 6 സീറ്റുമാണ് നേടാനായത്. കഴിഞ്ഞ തവണത്തെ 21 സീറ്റുകളിൽ നിന്നാണ് 32 സീറ്റുകളിലേക്കുള്ള UDFന്റെ കുതിപ്പ്. LDF ആകട്ടെ 22-ൽ നിന്നും 15 സീറ്റിലേക്ക് ചുരുങ്ങി. BJP 8 സീറ്റുകളിൽ നിന്നും 2 സീറ്റ് കുറഞ്ഞ് 6ലേക്കും ചുരുങ്ങി. 1, 2, 8, 28, 37, 17, 33, 12, 13, 14, 15, 16, 11, 48, 30, 40, 25, 26, 45, 47, 49, 53, 27, 43, 42, 18, 20, 21, 22, 24, 39, 49 എന്നീ വാർഡുകളിലാണ് UDF വിജയിച്ചത്. ആഹ്ലാദം പ്രകടിപ്പിച്ച് പ്രവർത്തകരും സ്ഥാനാർത്ഥികളും കോട്ടയം നഗരത്തിൽ പ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. LDF കുത്തകയായിരുന്ന കാഞ്ഞിരപ്പള്ളിയും ഇക്കുറി മുന്നണിക്ക് കൈവിട്ടുപോയി. 24 വാർഡുകളുള്ള പഞ്ചായത്തിൽ 12 വാർഡുകളിൽ വിജയം നേടി UDF ഒറ്റക്കക്ഷിയായി. LDFന് 7 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. NDAയ്ക്ക് 1ഉം 4 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമാണ് വിജയിച്ചത്. LDFന്റെ കുത്തകയായിരുന്ന കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തും ഇക്കുറി പാർട്ടിയെ കൈവിട്ടുവെന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോഴുണ്ടായ ഞെട്ടിക്കുന്ന വസ്തുത. 7 സീറ്റുകൾ മാത്രം നേടിയ LDFന് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR തങ്കപ്പൻ മത്സരിച്ച വാർഡിൽ നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനായത് അല്പം ആശ്വാസത്തിന് വക നൽകുന്നുണ്ട്. ഇവിടെ UDFന് ലഭിച്ച മിന്നുന്ന വിജയം ഒരു പരിധിവരെ അണികൾ പോലും പ്രതീക്ഷിച്ചതിന് അപ്പുറമാണ്. BJP ആകട്ടെ കഴിഞ്ഞ തവണ 2 സീറ്റുണ്ടായിരുന്നിടത്തു നിന്ന് 1ലേക്ക് ചുരുങ്ങി. എന്നാൽ മത്സര രംഗത്ത് ഏറെ ജനശ്രദ്ധ നേടിയിരുന്ന 3-ാം വാർഡിൽ 390 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മിന്നുന്ന വിജയമാണ് NDA സ്ഥാനാർത്ഥി അമ്പിളി ഉണ്ണികൃഷ്ണൻ നേടിയത്. ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 34 വോട്ടുകൾ മാത്രമാണ് എന്നതും പ്രത്യേകം പരാമർശിക്കേണ്ടതാണ്. ഈ വാർഡിൽ ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തുക വഴി എന്താണ് UDF നേതൃത്വം ലക്ഷ്യമിട്ടതെന്ന് വ്യക്തമാകുന്നു. 2020 16 സീറ്റുകളിൽ മത്സരിച്ചു. 2ാം വാർഡായ കപ്പാട് വാർഡിൽ ഇവർ ഏറെ വിജയപ്രതീക്ഷയിലുമായിരുന്നു. അക്കൗണ്ട് തുറക്കാനായില്ലെങ്കിലും തിരഞ്ഞെടുപ്പിൽ നിർണായകമാകാൻ 2020ക്ക് സാധിച്ചു എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. LDFന്റെ സ്ഥിരം തട്ടകമായ ചിറക്കടവിൽ ഭൂരിപക്ഷം നേടാനാവാതെ ഇടതുമുന്നണി. 22 വാർഡുകളുള്ള ഇവിടെ 10 സീറ്റുകൾ മാത്രമേ LDFന് നേടാനായുള്ളൂ. NDA 8 സീറ്റുകൾ നേടി നില മെച്ചപ്പെടുത്തി. UDFന് 3 സീറ്റുകളാണ് നേടാനായത്. 2 നൂറ്റാണ്ടിലധികമായി ഇടതുമുന്നണിയുടെ സ്ഥിരം തട്ടകമായ ചിറക്കടവ് പഞ്ചായത്തിൽ ഇക്കുറി വ്യക്തമായ ഭൂരിപക്ഷം നേടാനാവാതെ LDF. വാർഡ് വിഭജനത്തോടെ 22 വാർഡുകളുള്ള പഞ്ചായത്തിൽ 10 സീറ്റുകൾ മാത്രമാണ് LDFന് നേടാനായത്. ശ്രദ്ധേയമായ മത്സരം നടന്ന 7ാം വാർഡിൽ സ്വതന്ത്രനായി മത്സരിച്ച ആന്റണി മാർട്ടിൻ വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. സീറ്റ് ലഭിക്കാതെ വന്നതോടെ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും രാജിവെച്ച് ആന്റണി മാർട്ടിൻ സ്വതന്ത്രനായാണ് മത്സരിച്ചത്. 679 വോട്ടുകൾ ആന്റണി മാർട്ടിൻ നേടി. ഇവിടെ സീറ്റ് പിടിച്ചെടുത്ത് മത്സരിച്ച CPIയിലെ P. ബാലചന്ദ്രന് 107 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. ഇത് ഇഴകീറി പരിശോധിക്കുമ്പോൾ ഈ വാർഡിൽ LDFന് ലഭിക്കേണ്ടിയിരുന്ന പാർട്ടി വോട്ടുകൾ എവിടെ പോയി എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ 5 സീറ്റുകൾ മാത്രം ലഭിച്ച NDA ഇക്കുറി 8 സീറ്റുകൾ നേടി നില മെച്ചപ്പെടുത്തി. എങ്കിലും NDAയിലെ പ്രമുഖരായ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടതിന്റെ നിരാശ NDA പാളയത്തിലുണ്ട്. UDF 3 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഇവിടെ പ്രസിഡന്റ് സ്ഥാനം സംവരണമായതിനാൽ ചില രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് വരും ദിവസങ്ങളിൽ ചിറക്കടവ് വേദിയാകുമെന്ന് വേണം കരുതാൻ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത വെള്ളാവൂർ പഞ്ചായത്തിൽ ഇക്കുറി UDF നില മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഭരണം തിരിച്ചുപിടിക്കാനാകുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. 14 വാർഡുകളുള്ള ഇവിടെ LDF 7, UDF 6, NDA 1 എന്നിങ്ങനെയാണ് കക്ഷിനില. എക്കാലത്തും UDF തട്ടകമായിരുന്ന വെള്ളാവൂർ പഞ്ചായത്തിൽ 2020 കൈവിട്ടുപോയ ഭരണം ഇക്കുറിയെങ്കിലും കൈപ്പിടിയിൽ ഒതുക്കാമെന്ന UDFന്റെ പ്രതീക്ഷയ്ക്ക് അല്പം മങ്ങലേറ്റിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ തവണത്തെ 2 സീറ്റ് എന്ന ദയനീയമായ പരാജയത്തിൽ നിന്നും 6 സീറ്റുകൾ നേടി നില മെച്ചപ്പെടുത്താനായിട്ടുണ്ട് എന്നതിൽ ആശ്വസിക്കാം. എന്നാൽ LDFന് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ഒട്ടും പിന്നോട്ടു പോവാതെ 7 വാർഡുകളിൽ തന്നെ ഇത്തവണയും വിജയം ഉറപ്പിക്കാനായെങ്കിലും ഭൂരിപക്ഷം നേടാനായിട്ടില്ലെന്നതുകൊണ്ട് തന്നെ ഭരണം നിലനിർത്താനാകുമോ എന്ന ആശങ്ക ഇവർക്കുണ്ട്. പഞ്ചായത്തിൽ ഏറെ ജനശ്രദ്ധയാകർഷിച്ച വാർഡാണ് 7ാം വാർഡ്. ഇവിടെ NDA, UDF, LDF കക്ഷികളിലെ നിലവിലെ വാർഡ് മെമ്പർമാർ തമ്മിലായിരുന്നു മത്സരം. LDFൽ മത്സര രംഗത്തുണ്ടായിരുന്നത് വെള്ളാവൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശ്രീജിത്താണ്.
NDAയിൽ സിറ്റിംഗ് വാർഡ് മെമ്പർ അനന്തു ജെ നായരും UDFിൽ 8ാം വാർഡ് മെമ്പറായിരുന്ന ബിനോദ് ജി പിള്ളയുമായിരുന്നു സ്ഥാനാർത്ഥികൾ. വാശിയേറിയ മത്സരത്തിനൊടുവിൽ ഫലം വന്നപ്പോൾ 77 വോട്ടുകൾക്ക് UDFിലെ ബിനോദ് ജി പിള്ള നേടിയ വിജയം ഏറെ തിളക്കമേറിയതാണ്. 10ാം വാർഡായ അംബേദ്കറിൽ 3 മുന്നണി സ്ഥാനാർത്ഥികൾ കൂടാതെ 2 സ്വതന്ത്രർ കൂടി ഉണ്ടായിരുന്നു. ഇവിടെ UDFിലെ ബെൻസി ബൈജു 53 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാമ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഇക്കുറി UDF പകരം വീട്ടി. 21 വാർഡുകളുള്ള പഞ്ചായത്തിൽ 16 വാർഡുകളും UDF നേടി. 4 വാർഡുകളിൽ LDFും 1 വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയം കണ്ടു. പാമ്പാടി ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം അക്ഷരാർത്ഥത്തിൽ പകരം വീട്ടലായി. എക്കാലത്തും UDFിനെ തുണച്ചിരുന്ന പഞ്ചായത്തിൽ 2020 വമ്പിച്ച ഭൂരിപക്ഷത്തോടെ 11 സീറ്റുകൾ നേടി LDF അധികാരത്തിലേറിയപ്പോൾ 8 സീറ്റുകൾ നേടി പ്രതിപക്ഷത്തിരിക്കാൻ മാത്രമേ UDFിന് കഴിഞ്ഞുള്ളൂ. എന്നാൽ ഇക്കുറി തങ്ങളുടെ ശക്തി വീണ്ടും തെളിയിച്ച് ഭരണം പിടിച്ചെടുത്ത സന്തോഷത്തിലാണ് UDF. ഇവിടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുന്നത് 11ാം വാർഡ് മുളയക്കുന്നിൽ നിന്നും മത്സരിച്ച ജയചന്ദ്രൻ നായരാണ്. എതിരാളിയായിരുന്ന LDFിലെ CM മാത്യുവിനെ 504 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് വിജയം നേടിയത്. ജയചന്ദ്രൻ നായർക്ക് 801 വോട്ടുകളും CM മാത്യുവിന് 297 വോട്ടുകളുമാണ് ലഭിച്ചത്. പഞ്ചായത്തിന്റെ 17ാം വാർഡായ കുറിയന്നൂർ കുന്നിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ജിജി സലി വിജയം കണ്ടു. ഇക്കുറിയും പഞ്ചായത്തിൽ NDAയ്ക്ക് സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞില്ല എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ NDA ഭരിച്ചിരുന്ന ഏക പഞ്ചായത്തിൽ ഇക്കുറി ജനങ്ങൾ കൈവിട്ട ചിത്രമാണ് പള്ളിക്കത്തോട്ടിലെ തെരഞ്ഞെടുപ്പ് ഫലം വെളിവാക്കുന്നത്. 4 വാർഡുകളിൽ മാത്രമാണ് ഇവിടെ NDA ജയിച്ചത്. UDF 6 വാർഡുകളിലും LDF 5 വാർഡുകളിലും വിജയിച്ചു. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ NDA ഭരിക്കുന്ന ഏക പഞ്ചായത്തായിരുന്നു പള്ളിക്കത്തോട്. 14 വാർഡുകളുണ്ടായിരുന്ന പഞ്ചായത്തിൽ 7 വാർഡുകളിലും വിജയം നേടിയാണ് 2020 NDA ഭരണത്തിലേറിയത്. എന്നാൽ കഴിഞ്ഞ 5 വർഷങ്ങൾ കൊണ്ട് പഞ്ചായത്തിലുണ്ടായ വികസന മുരടിപ്പ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ പ്രതികൂലമായി ബാധിച്ചു എന്നതിന് തെളിവാണ് ജനവിധി. വാർഡ് വിഭജനത്തോടെ 15 വാർഡുകളായ ഇവിടെ 4 വാർഡുകളിൽ മാത്രമാണ് NDA വിജയിച്ചത്. UDFിന് 6 വാർഡുകളിൽ വിജയം നേടാനായി. എന്നാൽ ഇവിടെ LDFിന് ലഭിച്ച 5 വാർഡുകളിലെ വിജയം ഏറെ തിളക്കമേറിയതാണ്. പഞ്ചായത്തിന് ലഭിച്ച ഫണ്ടുകൾ ലാപ്സാക്കി കളഞ്ഞതും ഗ്രാമീണ റോഡുകളുടെ ശോച്യാവസ്ഥയും ഇവിടെ ജനങ്ങളെ രോഷാകുലരാക്കിയിരുന്നു. ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത ഇവിടെ ആര് ഭരിക്കും എന്ന ആകാംക്ഷയിലാണ് ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് UDF തരംഗം, മാറ്റത്തിന്റെ മുന്നൊരുക്കമെന്ന രാഷ്ട്രീയ നിരീക്ഷണം. കോട്ടയത്തും UDF മേൽക്കൈ. 71 പഞ്ചായത്തുകളിൽ 44ഇടത്തും UDF, 19 പഞ്ചായത്തുകളിൽ ഒതുങ്ങി LDF. NDA 3 പഞ്ചായത്തുകൾ ഭരിക്കും. കോട്ടയം ജില്ലാ പഞ്ചായത്തും LDFിന് കൈവിട്ടു. 23-ൽ 16 ഡിവിഷനും UDFിന് ഒപ്പം. കാഞ്ഞിരപ്പള്ളി, എലിക്കുളം പഞ്ചായത്തുകളിലും LDFിന് തിരിച്ചടി. ചിറക്കടവിൽ നേരിയ ആശ്വാസം. പാമ്പാടിയിൽ UDFിന് മിന്നും വിജയം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.